കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ഏതാണ്ട് ഒരു നൂറ്റാണ്ട് കാലമായി കേരളത്തിൽ അലയടിച്ചുയർത്തുന്ന ഒരു മുദ്രാവാക്യമാണ് കേരളത്തിലെ ചുവന്ന മണ്ണിൽ ചോരപ്പൂക്കൾ വിടരട്ടെ, ചെങ്കൊടി വാനിൽ ഉയരട്ടെ എന്നൊക്കെയുള്ളത്. അതൊക്കെ പഴയകാലത്ത് പുന്നപ്രയുടെയും വയലാറിൻ്റെയും കയ്യൂരിൻ്റെയും കരിവള്ളൂരിൻ്റെയും ആ പോരാട്ട കാലങ്ങളിൽ കേരളം കേട്ടുപോയ വെറും പാട്ടുകൾ മാത്രമാണ്. ആ പാട്ടുകൾക്ക് ഇന്നത്തെ ഈ പുതിയ കാലഘട്ടത്തിൽ കേരളത്തിൽ ഒരു സ്വാധീനവുമില്ല, ഒരു പ്രസക്തിയുമില്ല. ഞാനിപ്പോൾ പറയുന്നത് വടകര പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തെക്കുറിച്ചാണ്. വടകരയിലും നാളുകളേറെയായി കേൾക്കുന്നൊരു മുദ്രാവാക്യമാണ് കടത്തനാടിൻ്റെ ചുവന്ന മണ്ണ്. പക്ഷേ ആ കടത്തനാടിൻ്റെ ചുവന്ന മണ്ണ് മൺമറഞ്ഞുപോയ ധീര രക്തസാക്ഷി ടി ചന്ദ്രശേഖരന് കൈമാറിയിട്ട്, അല്ലെങ്കിൽ ടി.പി. ചന്ദ്രശേഖരൻ കൊണ്ടുപോയിട്ട് ഏതാണ്ട് 10-20 വർഷമായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും CPIയുടെയും മറ്റിടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ അനുഭാവികളുടെയും ഒക്കെ മനസ്സിൽ ഇന്നും നിലയ്ക്കാത്ത പോരാട്ട വീര്യത്തിൻ്റെ അതിശക്തമായ ഒരു സ്ഫുലിംഗമായി ടി.പി. ചന്ദ്രശേഖരൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വാസ്തവം. ചരിത്രത്തിലാദ്യമായി വടകര പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് കയ്യിൽ കൊടുത്തതും അവർ തന്നെയാണ്. അങ്ങനെയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വടകരയിൽ നിന്ന് ഇന്ത്യൻ പാർലമെൻറ്റിലെത്തുന്നത്. അദ്ദേഹം കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ സഹമന്ത്രിയായിത്തീരുന്നത്. അതാണ് പുതിയ ചരിത്രം. പഴയ ചോരപ്പൂക്കളുടെയും ചെങ്കൊടിയുടെയും ചരിത്രമൊന്നും ഇന്ന് വടകരയിൽ എന്നല്ല, കേരളത്തിൻ്റെ ഒരു ഗ്രാമപ്രദേശത്ത് പോലും സ്ഫുലിംഗമായി പടർത്താൻ ആ പ്രത്യയശാസ്ത്രങ്ങൾക്കാവില്ല എന്നുള്ളതാണ് വാസ്തവം. വടകര പാർലമെൻറ്റ് മണ്ഡലത്തെക്കുറിച്ച് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാന വ്യാപകമായ രീതിയിലുള്ള ഒരു ചർച്ച, ആ ചർച്ച നിങ്ങളും കേട്ടിരിക്കും. വടകരയിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ശൈലജ ടീച്ചർ ജയിക്കും. ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ജനങ്ങളുടെ വോട്ട് വാങ്ങി അവർ വിജയിക്കുന്നതിൽ ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ പഴയകാലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഏതാണ്ട് 10-20 വർഷം മുമ്പ് ഞാനും ഈ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. ഒട്ടേറെ മുദ്രാവാക്യങ്ങൾ ചോര ചെങ്കൊടിക്കും ചെങ്കൊടി പ്രസ്ഥാനങ്ങൾക്കും വേണ്ടി ഞാൻ വിളിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആ വരി കൂടി അവിടെ കൂട്ടിച്ചേർത്തത്. പക്ഷേ ശൈലജ ടീച്ചർ എങ്ങനെ ജയിക്കും എന്നുള്ളതാണ് ആ കിംവദന്തിയുടെ അടിസ്ഥാനം. BJPയുടെ വോട്ടുകൾ ശൈലജ ടീച്ചറുടെ പെട്ടിയിലേക്ക് മറിയും. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം സംസ്ഥാന തലത്തിൽ BJPയും CPMുമായി എടുത്തിരിക്കുന്നു. പകരം തൃശ്ശൂരിൽ CPMൻ്റെ വോട്ടുകൾ, ജയിക്കാൻ ആവശ്യമായ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് മറിക്കും. ഇതാണ് കടന്നുപോയ ആ ചർച്ചകൾ. ഈ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ നാം മറ്റൊരു വാർത്താ വിശകലനത്തിലേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ ഇത് രണ്ടും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതിൻ്റെ പ്രധാന കാരണം ഇന്നത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിൻ്റെ അനുഭാവികൾ പോലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാൻ മടിക്കുന്ന ഈ പുതിയ സന്ദർഭത്തിൽ, പ്രത്യേകിച്ച് ഒരു വർഗീയ വിഭജനം നടത്തി പൊതുസമൂഹത്തെ 2 തട്ടുകളിലേക്ക് മാറ്റി പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ മറപിടിച്ചുകൊണ്ട് അങ്ങനെ ഒരു അലക്ഷ്യമായൊരു രാഷ്ട്രീയം, വെറും വോട്ടിനു വേണ്ടി മാത്രമുള്ള ഒരു രാഷ്ട്രീയം, ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനങ്ങളെ ഉൾപ്പെടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളേക്ക് ആകർഷിച്ചുകൊണ്ട് അവർക്ക് കൂടി സംരക്ഷണം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമായി ഇടതുപക്ഷം മാറിയ ഈ പുതിയ പശ്ചാത്തലത്തിൽ BJP രാഷ്ട്രീയത്തിൻ്റെ വക്താവായ ഒരു പ്രവർത്തകൻ്റെയും ഒരു അനുഭാവിയുടെയും വോട്ട് ആ ഇടതുപക്ഷത്തിൻ്റെ പെട്ടിയിലേക്ക് തൃശ്ശൂരിലും വടകരയിലും മാത്രമല്ല കേരളത്തിൽ ഒരിടത്തും പോകില്ല എന്നുള്ളതാണ് നമുക്ക് ഉറച്ചു വിശ്വസിക്കാൻ കഴിയുന്ന വാസ്തവം. BJPയുടെ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് കുതികാലുകൾ വെട്ടുന്ന ആളുകളുണ്ടെങ്കിൽ അവരൊരു പക്ഷേ വോട്ട് മറിക്കുമായിരിക്കും. പക്ഷേ അങ്ങനെ മറിക്കുന്ന വോട്ടുകൾ കൊണ്ട് ശൈലജ ടീച്ചർക്കും ജയിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് പുതിയ രാഷ്ട്രീയം നമ്മെ പഠിപ്പിക്കുന്നത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ UDFൻ്റെ സ്ഥാനാർത്ഥിയായി രംഗപ്രവേശം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വടകരയിലെ പാർലമെൻറ്റ് അംഗം അഡ്വക്കേറ്റ് P. സതീദേവിയായിരുന്നു ഇവിടെ കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് നേതാവ് P. ജയരാജൻ്റെ സഹോദരി. ആ സതീദേവിയെ തന്നെയാണ് മുല്ലപ്പള്ളി 2ാം ഘട്ടത്തിൽ പരാജയപ്പെടുത്തുന്നത് എന്ന് പ്രത്യേകം ഞാനിവിടെ ഓർക്കുന്നു. ആ തെരഞ്ഞെടുപ്പിൽ അക്കാലം വരെ CPMൻ്റെ രാഷ്ട്രീയത്തോടൊപ്പം ഇടം വലം വെട്ടാതെ നേർരേഖയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന T.P. ചന്ദ്രശേഖരൻ ആ തെരഞ്ഞെടുപ്പിൽ RMP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിച്ചു. വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി. RMPക്ക് കിട്ടാവുന്ന അത്രയും വോട്ടുകൾ CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നും ചന്ദ്രശേഖരൻ ശേഖരിച്ചു. അതിലപ്പുറം അതിനൊരു രാഷ്ട്രീയ ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു: വടകരയിലെ CPMൻ്റെ മേൽക്കോയ്മ, ആ കുത്തക തകർക്കുക. മുല്ലപ്പള്ളി രാമചന്ദ്രനിലൂടെ ആ കുത്തക തകർക്കുകയാണ് T.P. ചന്ദ്രശേഖരൻ ചെയ്തത്. അതിൻ്റെ വിധിയാണ് ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിൽ കലാശിച്ചത്. 51 വെട്ടുകളുടെ കഥ പറയുമ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ വിജയത്തിൻ്റെ കഥ കൂടി ഇവിടെ അനുസ്മരിക്കാൻ നാം ബാധ്യസ്ഥരാണ്. വർഷം ഇപ്പോൾ 15 വർഷം കഴിഞ്ഞിരിക്കുന്നു. 3 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുകൾ ഇതിനിടയിൽ കടന്നുപോയി. 2ാം വട്ടം മുല്ലപ്പള്ളി തന്നെ വീണ്ടും ജയിച്ചു. 3ാം വട്ടത്തിൽ മുല്ലപ്പള്ളിയുടെ പിന്മാറ്റത്തിന് ശേഷം K. മുരളീധരൻ വന്നു. അതിശക്തനായ P. ജയരാജനെ 1,00,000-ൽ പരം വോട്ടിന് വടകരയിൽ മുരളീധരൻ മലർത്തിയടിച്ചു. രക്ഷപ്പെടാൻ സാധിച്ചില്ല. അന്നുമുണ്ടായിരുന്നു വടകരയിൽ BJPക്ക് സ്ഥാനാർത്ഥി, തൃശ്ശൂരിലും BJPക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. പക്ഷേ ഈ വോട്ട് കച്ചവടം ഒന്നും അവിടെ ഏശിയില്ല. അത്തരം കിംവദന്തികളൊന്നും പൊതുജനം വിശ്വസിച്ചില്ല. അവർ സത്യസന്ധമായി വോട്ട് രേഖപ്പെടുത്തി. ജയരാജൻ അതിദയനീയമായി പരാജയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പാർട്ടി ജില്ലാ സെക്രട്ടറി സ്ഥാനവും അതോടുകൂടി ഇല്ലാതായി.
ഇതൊക്കെ ചരിത്രമാണ്. ഇപ്പോഴിതാ പുതിയൊരു ചരിത്രം കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന കടത്തനാടിൻ്റെ മണ്ണിൽ ചോരച്ചെങ്കൊടിയും ചോരപ്പൂക്കളുമൊക്കെ വാനോളം ഉയർന്നു നിൽക്കുന്ന കടത്തനാടിൻ്റെ മണ്ണിലേക്ക് ഒരു വീരപരിവേഷവുമായി ഒരു പുതിയ ചെറുപ്പക്കാരനെത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഷാഫി പറമ്പിൽ എന്നാണ്. കേരളത്തിൽ അറിയപ്പെടുന്ന കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ്, നേതാവാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. അദ്ദേഹം ഇടപെട്ട മണ്ഡലങ്ങളിലെല്ലാം, ഇടപെട്ട ജനസമൂഹത്തിലെല്ലാം തൻ്റേതായ കയ്യൊപ്പ് ചാർത്തിക്കൊണ്ടാണ് ഷാഫി ഇപ്പോൾ വടകരയിലെത്തിയിരിക്കുന്നത്. കെ മുരളീധരൻ അന്ന് സൃഷ്ടിച്ച് കടന്നുപോയ ആ 1 ലക്ഷത്തിൻ്റെ വോട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. 5 വർഷത്തിനുള്ളിൽ ഒട്ടേറെ പുതിയ വോട്ടർമാരുണ്ടായി. പുതിയ വോട്ടർമാരുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് നാം പഠിക്കുകയാണെങ്കിൽ അതിൽ ഇടതുപക്ഷത്തിന് എത്ര എന്നുള്ള ചോദ്യം ഒരു സമസ്യയായി തുടരും. പുതിയ ചെറുപ്പക്കാരിൽ എത്ര ശതമാനം ആളുകൾ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ട് എന്ന് പരിശോധിക്കേണ്ടത് പിണറായി വിജയൻ ഉൾപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വമാണ്. എങ്ങനെയാണ് അവർക്ക് ഈ കുറ്റവാളികൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കാൻ വേണ്ടി സാധിക്കുക? അപ്പോൾ ആ പുതിയ ചെറുപ്പക്കാരുടെ രാഷ്ട്രീയം എന്തായിരിക്കും? കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം അതിലെത്രമാത്രം ഉണ്ടാവും? ഒരുപക്ഷെ മുസ്ലിം ലീഗിൻ്റെ ചെറുപ്പക്കാർ യൂത്ത് ലീഗിലേക്കും MSFിലേക്കും ഒക്കെ ചേക്കേറിയിട്ടുണ്ടാവും. പക്ഷെ കോൺഗ്രസ് കുടുംബത്തിലുള്ള ചെറുപ്പക്കാർ, അവരിൽ പലരും കോൺഗ്രസ്സുകാരായി തുടരുന്നു, ജീവിക്കുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. നിലവിലുള്ള കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം അത്രയേറെ ശോചനീയമാണ്. വിദ്യാഭ്യാസവും വിവേകവും വിവരവും ഒക്കെയുള്ള ഒരു ചെറുപ്പക്കാരനും ഒരു യുവതയും ഇത്തരം പ്രസ്ഥാനങ്ങളിലേക്ക് പോകില്ല എന്ന് തന്നെയാണ് പ്രബുദ്ധ കേരളീയ സമൂഹം ചിന്തിക്കുന്നത്. അപ്പോൾ അവരുടെ വോട്ടുകൾ സ്വാഭാവികമായും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന BJP രാഷ്ട്രീയത്തിലേക്ക് പോകാനാണ് സാധ്യത എന്നുള്ളത്. ആ സാധ്യത കൂടി ഇവിടെ കണക്കിലെടുത്തുകൊണ്ട് BJPയുടെ ഒറ്റ വോട്ടും വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ ശൈലജയ്ക്കോ ഷാഫിക്കോ അറിയാതിരിക്കാൻ അവർ പ്രഫുൽ കൃഷ്ണൻ എന്ന BJPയുടെ സ്ഥാനാർത്ഥിക്ക് തന്നെ വോട്ട് രേഖപ്പെടുത്തും എന്നാണ് ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ നിരീക്ഷിക്കുന്നത്. അപ്പോൾ ശൈലജയ്ക്ക് ജയിക്കാൻ മുരളീധരൻ്റെ ഭൂരിപക്ഷമായ 1 ലക്ഷം പോരാ. പുതിയ വോട്ടർമാർക്കിടയിൽ കടന്നുകൂടി ഇപ്പോൾ ഇടതുപക്ഷത്തേക്ക് ആരെങ്കിലും ഉണ്ട് എന്ന് അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ അവരുടെ വോട്ടുകൾ കൂടി വേണം. അതാണ്ട് 1.5 ലക്ഷം വോട്ട് വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ അട്ടിമറിച്ചുകൊണ്ട് വിജയിക്കാൻ ആവശ്യമായ ഒരു രാഷ്ട്രീയ സ്ഥിതി ഇന്ന് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് കേരളത്തിലുണ്ടോ എന്ന് ചിന്തിച്ചതിന് ശേഷം നമുക്ക് ഈ വോട്ട് കച്ചവടത്തെക്കുറിച്ച് സംസാരിക്കാം. അത് വടകരയിലെ കാര്യം. ഇനി തൃശ്ശൂരിലേക്ക് വന്നാൽ സുരേഷ് ഗോപി അക്രമ സമരത്തിലൂടെയും അരാജകത്വത്തിലൂടെയും രാഷ്ട്രീയത്തിലേക്ക് വന്നൊരു വ്യക്തിയല്ല. അദ്ദേഹം സ്വന്തം കയ്യിലെ കാശ് മുടക്കി, അദ്ദേഹം അധ്വാനിച്ച പണത്തിൻ്റെ ഒരു വിഹിതമെടുത്ത് കേരളത്തിലെ പൊതുസമൂഹത്തിൽ ദുരന്തവും ദുരിതവും അനുഭവിക്കുന്ന ആളുകൾക്ക് വിതരണം ചെയ്ത് അവരെ യഥാർത്ഥ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ, അവർ വിദ്യാർത്ഥികളായിരിക്കട്ടെ, അവർ രോഗികളായിരിക്കട്ടെ, അവർ വീടില്ലാത്തവരാവട്ടെ, അഗതികളാവട്ടെ, ആരോ ആവട്ടെ, അങ്ങനെ ഒരു പുതിയ രാഷ്ട്രീയ സമീപനത്തിന് കേരളത്തിൽ തുടക്കം കുറിച്ച ആളാണ് സുരേഷ് ഗോപി. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ കോൺഗ്രസ്സുകാരനോ ആയിരുന്നുവെങ്കിൽ ഇന്ന് അദ്ദേഹത്തെ എതിർക്കുന്ന ആളുകൾ എത്രമാത്രം പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹത്തെ ഉയർത്തിക്കാട്ടിയേനെ എന്ന് നാം ചിന്തിക്കാൻ മറന്നുപോയതാണ്. പക്ഷേ അദ്ദേഹം ഒരു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു ദേശീയതയുടെ ഭാഗമായ BJP രാഷ്ട്രീയത്തിലേക്ക് പോയി എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം അപഹസിക്കപ്പെടുന്നത്. പക്ഷേ ആ അപഹാസ്യം തൃശ്ശൂരിലെ വോട്ടർമാർക്കിടയിൽ വിലപ്പോവില്ല എന്നുള്ളതാണ് പ്രചരണം. ഏതാണ്ട് 1ാം ഘട്ടം സമാപനത്തിലേക്ക് എത്തുന്ന ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. എതിർ സ്ഥാനാർത്ഥികളായ മുരളീധരൻ, ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി സുനിൽകുമാർ, ഈ 2 പേർക്കും അവിടെ കിട്ടാവുന്നതിൻ്റെ എത്രയോ ഇരട്ടി മൂല്യം തൃശ്ശൂർ മണ്ഡലത്തിലെ യുവ സമൂഹത്തിൽ നിന്നും സുരേഷ് ഗോപി ആവാഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതായത് സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ മണ്ഡലത്തിൽ ജയിക്കാൻ കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ട് ആവശ്യമില്ല എന്ന് സാരം. വോട്ട് മറിച്ചുകൊണ്ടുള്ള ഒരു കച്ചവട വോട്ട് ആവശ്യമില്ല എന്ന സാരം. അതേസമയം കമ്മ്യൂണിസ്റ്റുകാരുടെ 10,000-കണക്കിന് വോട്ടുകൾ സുരേഷ് ഗോപിക്ക് ഒരു കച്ചവടവുമില്ലാതെ സ്വന്തം നിലയിൽ തൃശ്ശൂരിൽ കിട്ടും. അതെങ്ങനെയെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം മാത്രം മതി. ആ കരുവന്നൂർ സഹകരണ ബാങ്കിലെ 400 കോടിയുടെ കൊള്ള. അതിവിചിത്രമായ സംഭവമാണ് കരുവന്നൂരിലെ കൊള്ള. 400 കോടി രൂപ സാധാരണക്കാരുൾപ്പെടെ അവിടെ പണം നിക്ഷേപിച്ച ആളുകളുടെ പണം പോക്കറ്റിലാക്കി അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിൽ നിരന്തരം ഹാജരായിക്കൊണ്ടിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലെ ചില ആളുകൾ അവർക്കു വേണ്ടി സിന്ദാബാദ് വിളിക്കാനും അവർക്ക് രക്ഷാകവചം തീർക്കാനും കുറേ അണികളെ രംഗത്തിറക്കി തൃശ്ശൂരിൽ ഒരു പ്രകടനം നടത്തിയ പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. CPIM മാത്രമാണ് പ്രകടനം നടത്തിയത് എന്നുള്ളതെങ്കിൽ അങ്ങനെ അങ്ങ് കരുതി നമുക്ക് പോകാമായിരുന്നു. കാരണം പ്രതിസ്ഥാനത്ത് ആരോപിക്കപ്പെട്ടു നിൽക്കുന്ന ആളുകളൊക്കെ CPMൻ്റെ പ്രവർത്തകരാണ്. പക്ഷേ ആ പ്രകടനത്തിൽ CPMകാരായ AC മൊയ്തീൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സംരക്ഷണ കവചം തീർക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ CPIക്കാരൻ ഉൾപ്പെടെയുള്ള ആളുകളും ആ പ്രകടനത്തിൽ പങ്കെടുത്തു. അതിവിചിത്രമായൊരു പ്രകടനം. കള്ളന്മാർക്കും കൊള്ളക്കാർക്കുമെതിരെ ഒരു അന്വേഷണം ഉണ്ടാവുമ്പോൾ അവർക്ക് രക്ഷാകവചം തീർക്കാൻ വേണ്ടി ഇടതുപക്ഷ പ്രസ്ഥാനം രാഷ്ട്രീയ അടിമകളെ സ്വരൂപിച്ചുകൊണ്ട് അവിടെ പ്രകടനം നടത്തുന്നു. പണം നഷ്ടപ്പെട്ട ആളുകൾ ഇത് കണ്ട്, കമ്മ്യൂണിസ്റ്റുകാരായ ആളുകൾ തന്നെ ഇത് കണ്ട് നെടുവീർപ്പെടുന്നു.
ചിലരൊക്കെ ആത്മഹത്യ ചെയ്തു, ചിലരൊക്കെ കടക്കണിയിലകപ്പെട്ട് നിൽക്കക്കടിയില്ലാതെ നാട് വിട്ടുപോയി. അങ്ങനെയുള്ള ആളുകളൊക്കെ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. വിചിത്രമായ രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിന് പ്രതിരോധം തീർത്തുകൊണ്ടാണ് സുരേഷ് ഗോപി തൃശ്ശൂരിലേക്ക് എത്തുന്നത്. പണം നഷ്ടപ്പെട്ട ആളുകളുടെ വീടുകളിൽ കയറിയിറങ്ങി അവരെ സാന്ത്വനിപ്പിച്ച് നിയമപരമായ നടപടികളിലൂടെ നമുക്ക് ആ പണം തിരികെ പിടിക്കാം എന്നുള്ള ഉറപ്പ് നൽകി അവരെ കൂടെ കൂട്ടി അദ്ദേഹം കരുവന്നൂർ സഹകരണ ബാങ്കിന് മുമ്പിലേക്ക് മാർച്ച് നടത്തി. സുരേഷ് ഗോപിക്ക് മുന്നേ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ഒട്ടേറെ ആളുകൾ തൃശ്ശൂരിലുണ്ട്. ഈ സുനിൽകുമാറൊക്കെ അതിൻ്റെ ഭാഗമാണ്. അദ്ദേഹം മുൻ മന്ത്രിയായിരുന്നു, CPI നേതാവാണ്. അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് എന്ത് സംഭാവനയാണ് നൽകിയത് എന്നെങ്കിലും ഈ തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം അപ്രദേശത്തെ പൊതുജനങ്ങളോട് പറയാം. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി പൊതു സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി അവരുടെ കണ്ണീരൊപ്പി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി വെച്ച ഒരു വ്യക്തി. അങ്ങനെ ഒരു വ്യക്തിയായ സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ വോട്ട് ചെയ്യും. അത് CPMൻ്റെ രാഷ്ട്രീയ കച്ചവടം ഇല്ലാതെ തന്നെ CPMകാരും CPIക്കാരും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യും എന്നുള്ളത് തന്നെയാണ് നിലവിലുള്ള പ്രത്യാശ. അങ്ങനെ അവർ തങ്ങളുടെ പ്രബുദ്ധത തെളിയിക്കും. അപ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചു കയറും എന്നുള്ളത് മുൻനിർത്തി അങ്ങനെ ജയിക്കുന്നത് ഇതേമാതിരിയുള്ള കച്ചവട വോട്ടിൻ്റെ ബലത്തിലാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ, കൂട്ടത്തിൽ വലതുപക്ഷത്തിൻ്റെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകൾ കേരളത്തിൽ പ്രചരിപ്പിച്ചത്. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എന്നൊരു ചൊല്ലുണ്ടല്ലോ. അങ്ങനെ ഒരു മുഴം മുമ്പേ ഉള്ള ഏറാണ് വടകരയിലും തൃശ്ശൂരിലും ഇപ്പോൾ നടന്നത്. പക്ഷെ വടകരയിൽ ഈ പരിശൊന്നും ഏൽക്കാൻ വേണ്ടി പോകുന്നില്ല. RMP ഇപ്പോഴും അവിടെ ശക്തമാണ്. ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്നതിന് മുമ്പ് ആരായിരുന്നുവോ അതിനേക്കാൾ എത്രയോ ഇരട്ടി ശക്തമാണ് ചന്ദ്രശേഖരൻ രൂപം കൊടുത്ത അദ്ദേഹത്തിൻ്റെ റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി എന്ന RMP എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് വടകരയിലെ ജനത നാൾക്കുനാൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കെതിരെ, അതിൻ്റെ അണികൾക്കെതിരെ, അനുഭാവികൾക്കെതിരെ, പ്രവർത്തകർക്കെതിരെ ഒട്ടേറെ ആക്രമണങ്ങളുണ്ടായി, ഒട്ടേറെ ദുരാരോപണങ്ങളുണ്ടായി, പൊതു സമൂഹത്തിൽ അവരെ അപഹസിക്കുന്ന രീതിയിൽ ഒട്ടേറെ പ്രചരണങ്ങളുണ്ടായി. പക്ഷേ അതൊക്കെ ഒരു പോരാട്ട വീര്യമായി മനസ്സിൽ കൊണ്ടു നടത്ത് ഇങ്ങനെയുള്ള ദുഷ്പ്രചരണങ്ങൾക്കൊന്നും തങ്ങളെ തളർത്താനാവില്ല എന്നുള്ളൊരു സന്ദേശം കേരളത്തിലെ പൊതുസമൂഹത്തിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ആത്യന്തം നൽകിക്കൊണ്ടാണ് അവരവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. ഷാഫിക്ക് ജയിച്ചു കയറാൻ ചന്ദ്രശേഖരനെ സ്നേഹിക്കുന്ന ആളുകളുടെ വോട്ടും ചന്ദ്രശേഖരൻ്റെ പ്രത്യയശാസ്ത്രത്തിൻ്റെ വോട്ടും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിനെതിരെ കഴിഞ്ഞ 8 വർഷമായി അതിൻ്റെ ദുരന്തവും അനുഭവിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ അനുഭാവികളുടെ വോട്ടും മാത്രം മതിയാവും. ആ വോട്ട് തന്നെ കിട്ടിയാൽ കഴിഞ്ഞ തവണ K മുരളീധരൻ കിട്ടിയതിനേക്കാൾ എത്രയോ അധികം ശതമാനം വോട്ട് ഷാഫിക്ക് ഭൂരിപക്ഷമായി ലഭിക്കും എന്നുള്ളതാണ് വടകരയിൽ നിന്ന് ഇന്ന് ഏറ്റവും പുതിയതായി നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കഴിയുന്ന വാർത്ത. അതുകൊണ്ട് BJPയുടെ സാധാരണ പ്രവർത്തകരൊന്നും ഇത്തരം കെണിയിൽ അകപ്പെട്ടു പോകരുത്. തങ്ങളുടെ വോട്ടുകൾ രാഷ്ട്രീയ വോട്ടുകളായി തന്നെ തങ്ങളുടെ പെട്ടിയിൽ നിക്ഷേപിക്കപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതങ്ങനെ തന്നെ നിക്ഷേപിക്കണം. പ്രഫുൽ കൃഷ്ണൻ്റെ വോട്ടിംഗ് ശതമാനവും ഉയരട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.